അബ്ദുൽ ഹലാലി ഇല്ലല്ലാഹി അത്തലാഖ്. അതായത് അനുവദിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും നിന്ദ്യമായതാണ് തലാഖ്. അതുപോലെ തന്നെയാണ് ഫസഹും. അത് ന്യായായ വഴിക്ക് അല്ലെങ്കിൽ പൊരയിൽ വെച്ചായാൽ ആ പൊര പൊളിഞ്ഞു വീഴും, മരത്തിന്റെ ചൂട്ടിലായാല് ആ മരം കത്തിപ്പോവും, കിണറ്റിന്റെ കരയിൽ വെച്ചായാല് ആ കിണറ്റിലെ വെള്ളം മുഴുവന് പറ്റിപ്പോവും. എന്നാലും അത് നമ്മുടെ സമുദായം അംഗീകരിച്ചതല്ല മൊയിലാരെ. തന്നെ മനസ്സുകൾ ഒത്തുചേരാത്ത മനുഷ്യന്മാർ ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല. അങ്ങനെ ജീവിക്കുന്നത് ഒരു ജീവിതമല്ല. അവിടെയാണ് കൊല്ലും കൊലയും ലഹളയൊക്കെ നടക്കുന്നത്. അങ്ങനെയുള്ള വലിയ വലിയ പാവങ്ങൾ ഒഴിവാക്കാനാണ് തലാഖ് പോലുള്ള വിധികൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. നബി തിരുമേനിയുടെ അജത്തുൽ വദാഹ്, അതായത് വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളോട് വളരെയധികം മാന്യമായി പെരുമാറണം എന്നാണ്. വിധവയായാലും കന്യകയായാലും ഓളെ കബൂല് കേൾക്കാണ്ട് നിക്കാഹ് നടത്തി കൊടുക്കാൻ പാടില്ല. അത് ചേക്കുട്ടി തെറ്റിച്ചിരിക്കണ്. ഓളെ സമ്മതം ചോദിക്കാണ്ടാണ് ആചാർക്ക് പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഈ നിക്കാഹ് ഹലാലല്ല. പക്കെങ്കിൽ കബൂല് മൂളിയിട്ടില്ല എന്നോട് നമ്മുടെ മുമ്പിൽ പറയണം. പെണ്ണിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സമുദായം പസക്ക് അനുവദിച്ചിരിക്കുന്നത്. അതായത് പെണ്ണിന് ബന്ധം വേണ്ട എന്ന് വെക്കാനുള്ള അനുവാദം. പക്കെങ്കിൽ അത് നമുക്ക് ഓളോടൊന്ന് ചോദിക്കണം. ഓള് പറയണ കാര്യങ്ങൾ നമുക്ക് ബോധ്യാവണം, എന്നാലേ നമ്മൾ അനുവദിക്കൂ. മുസ്ലിയാർ നമ്മളോടൊപ്പം വരണം. ഓള് പറയും ആചാര്യ വേണ്ടെന്ന്. എല്ലാം കേട്ടിട്ട് പടച്ചോനെ നിരക്കണ കാര്യമാണെന്ന് മുഴുവനായി ബോധ്യം വന്നാൽ മാത്രം മൊയ് ചൊല്ലാനുള്ള സമ്മതം കൊടുത്താൽ മതി. എന്തു പറയണ പള്ളിക്കാരനോമാര്? ന്യായമുള്ള കാര്യങ്ങൾക്ക് ഞമ്മളൊക്കെ കൂടെ ഉണ്ടാവും. നിങ്ങളെ ലഹളക്കൊന്നും പോണ്ട. ഒരു പറയണ ഇഷ്ടമല്ല ചെയ്യാണ്ടിരുന്നാ മതി. പെണ്ണിന്റെ സമ്മതമില്ലാണ്ടാണ് നിങ്ങൾ അവളെ കെട്ടിച്ചു കൊടുത്തിരിക്കുന്നതെന്നൊരു പരാതിയുണ്ട്. അതുകൊണ്ട് ഞമ്മക്കത് ഓളോടും പാടിയും ചോദിക്കണം. എന്നിട്ട് മോൾക്കൂടെ കഴിയാൻ കഷ്ടപ്പാടുണ്ടെന്ന് ഓള് പറയുകയാണെങ്കിൽ ഓളെ രക്ഷിക്കേണ്ടത് ഞമ്മളെ കടമയാണ്. ഇതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞു? ഇവൻ ഒക്കെ പച്ച കള്ളാണ്. നമ്മൾ ആദ്യമായിട്ടല്ല പെണ്ണ് കെട്ടണത്. നേരത്തെ രണ്ടെണ്ണത്തിനെ കെട്ടി ഒരു ഇഷ്ടം പോലെ നമ്മൾ സുഖം കൊടുത്തിട്ടുള്ളതാ. അതേ സുഖം തന്നെയാണ് നമ്മൾ ആമിനാക്കും കൊടുക്കുന്നത്. വാസനയുള്ള സോപ്പ് എണ്ണയും തേച്ചോള് കുളിക്കുന്നുണ്ട്, വയറു നിറച്ച് ബിരിയാണി തിന്നുന്നുണ്ട്, ആട്ടുപാല് കാച്ചി കുടിക്കുന്നുണ്ട്, പട്ടുമെത്തയിൽ ഉറങ്ങുന്നുണ്ട്. പിന്നെ എന്താണ് ഓക്കിവിടെ ഒരു സോക്കുറവ്? ഇജാബ് പറഞ്ഞ് മെഹർ കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ആമിനാനെ കെട്ടിയത്. പക്കെങ്കിൽ ആചാര്യ നിങ്ങളെ നിക്കാഹ് കഴിക്കണേന് ഓള് കബൂല് മൂളിയിട്ടുണ്ടാ? ഇല്ല, മൂളിയിട്ടില്ല. കബൂല് മൂളാണ്ടാണ് ഓളുടെ നിക്കാഹ് നടത്തി കൊടുത്തതെന്ന് ഖത്തീബിനും പള്ളിക്കാരനോമാർക്കും ബോധിച്ച പിന്നെ ഈ ചേക്കട്ടിയുടെ മയ്യത്ത് വരെ പള്ളിപ്പറമ്പ് കയറ്റാൻ പാടില്ലെന്ന് പറയും നമ്മള്. ഓക്കിപ്പം ഇവിടെ വെച്ച് തന്നെ പസക്ക് നടത്തി പിരിഞ്ഞു പോകാനും നമുക്ക് സമ്മതം കൊടുക്കേണ്ടി വരും. കബൂല് മൂളിയിട്ട് തന്നെ ഈ നിക്കാഹ് നടന്നത്. മൂളി പക്കെങ്കിൽ ഓളല്ല മൂളിയത്. ഈ നിൽക്കുന്ന ഓളുടെ ബാപ്പയാണ്. ഇറങ്ങി പോടാ നമ്മളെ പോലെ. ഓൻ തന്നെയാണ് വന്നിരിക്കണേ. പക്കെങ്കിൽ ആമിനാനെ കൊണ്ടേ പോകും. അബ്ദു പറയണത് ഓം വിളിച്ചിടത്തോളം ഇറങ്ങി വരുന്ന. നിങ്ങൾ പറയുന്നത് പോലെ ഓക്കി പെരയിൽ പെരുത്ത് സുഖമാണെങ്കിൽ ഓളത് ചെയ്യോ? അനക്കെന്താടാ നമ്മളെ പോലെ കാര്യം? വെറുക്കനെ പറയാണ് കള്ള പന്നികള്. അല്ല, വരും. ഈ അബ്ദു വിളിച്ച ആമിന ഇറങ്ങി വരും. എവിടേക്ക് വേണമെങ്കിലും വരും. ഇത്തുലാമിന്റെ അറ്റം വരെ വരും. ഇല്ല, എവിടേക്കും വരൂല. ഇറങ്ങി പോയി. ആമിന ആമിനെ പറയണ നിക്കാക്കനെ കൊന്നിന്റെ മുഖം എനിക്ക് കാണണ്ട. ആമിന എന്താണ് ഈ പുലമ്പണ? എനിക്കറിയാം നിങ്ങൾക്ക് കടുത്ത വെറുപ്പായിരുന്നു ഓരോട്. പക്ഷെങ്കില് കൊന്നുകളയന്റെ പൊന്നിക്കാക്കനെ നമ്മൾ നനച്ചില്ല. ഇബിലീസങ്ങള് ഇബിലീസിനെയാണ് നമ്മളെ കരളിൽ കൊണ്ട് നടന്നത്. ഇറങ്ങടാ പുറത്ത്. നമുക്കിവിടെ സുഖാണോ എന്ന് ചോദിക്കാൻ വന്നവരൊക്കെ കേട്ടോളി. നമ്മുടെ ബാപ്പ സമുദായത്തിനും പള്ളിക്കും പടച്ചോനെതിരായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ആമിനെ കബൂല് മൂളിയിട്ട് തന്നെയാ ബാപ്പ ഇനി നടത്തിയത്. ഇവിടെ പെരുത്ത സുഖ. വീണിരുന്ന് ബാപ്പ ഒന്ന് കരഞ്ഞിട്ടെ. ബാപ്പാന്റെ മൊസറുകാക്കാനല്ലേ പെരുത്ത് വലിയൊരു കള്ളം പറഞ്ഞത്? അല്ല ബാപ്പ, അത് കൊന്നത് എന്റെ ഇക്കാക്കാന്. നമ്മള് പറഞ്ഞതൊക്കെ നേരെ കൊന്നിട്ട് ഓടിപ്പോയത്. കൊന്നതും ചത്തതൊന്നും ആരും അറിഞ്ഞിട്ടില്ലെന്ന് വന്നപ്പോ ഒന്നും അറിയാത്തവനെ പോലെ പിന്നെയും വന്നിരിക്കുക. ആരാ എന്നോട് ഇതൊക്കെ പറഞ്ഞത്? ഓര് കണ്ടു നിൽക്കായിരുന്നില്ലേ? ഓരല്ലേ ഇക്കാക്ക് മരിക്കണതിന് മുമ്പ് വെള്ളം എടുത്ത് കൊടുത്തത്. പിന്നെന്തേ ഓളന്നത് പറയാഞ്ഞേ? കൂടെ പിറപ്പല്ലേ, എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെന്ന് കരുതി പറയാണ്ടിരുന്നത്. എന്റെ നസീബ് ഇതാണെങ്കിൽ ആയിക്കോട്ടെ.
വിഷമിച്ചു പോയി ബാപ്പാന്റെ മനസ്സ്. പക്ഷെങ്കില് ഇനി ഒരിടത്തും പോണ്ട. ഇവിടെ കഴിഞ്ഞോളാം. മൊയ്തുട്ടി ഹാജിന്റെ പോരയില് ഒരു ശവമായിട്ടെങ്കിലും കഴിഞ്ഞോളാം. വിഷമിക്കണ്ട ബാപ്പ. നിങ്ങളേക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ. ഒന്നല്ലെങ്കിലും എന്റെ ഇക്കാക്കാനെ കൊന്നവന്റെ കൂടെ പൊറുക്കാൻ പറ്റില്ലല്ലോ. പൊയ്ത്ത് ചാവും. എന്റെ ഇക്കാക്കാനെ കൊന്നു പൊയ്ത്ത് ചാവും. അബ്ദു, എത്ര നേരം മോനെ ഈ ഇരിപ്പിരിക്കുക? ഇത്തിരി വെള്ളമെങ്കിലും. വിശപ്പും ദാഹമൊന്നുമില്ല, ഒരു പെരുപ്പ് മാത്രമേ ഉള്ളൂ. ഇക്കൊന്നും തിരിയണില്ലേ താത്ത? പടക്കപ്പലക്ക് തീ പിടിച്ച പോലെ എന്റെ ഉള്ളു പൊട്ട്. എന്നാലും ഓള് നമ്മുടെ മുഖത്ത് നോക്കിയിട്ടു. നമ്മളെങ്ങനെ ആമിനാനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ അറിഞ്ഞോണ്ട് ഒരു ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല. പള്ളിപ്പറമ്പിലാ പോയവക്കത്തോ ആരും ഇല്ലാത്ത എവിടെയെങ്കിലും പോയിരുന്നിട്ട് നിൽക്കുന്ന അവർക്ക് കരയണം. അന്നെ കാണാൻ നിന്ന ഞമ്മള് എന്തിനാ അവനോട് കള്ളം പറഞ്ഞേ? ഭയന്നിത്തിരി മാറിക്കേ, ഞമ്മള് പൊക്കോട്ടെ. എന്തിനാ കള്ളം പറഞ്ഞെന്ന് നമുക്കറിയണം. വെറുക്കനേറ്റിങ്ങനെ ബുദ്ധിയില്ലാത്ത കുടുംബം കാട്ടില്ല നമുക്കറിയാം. വേറെന്താ ഞമ്മള് ചെയ്യണ്ടേ? ചാവാൻ നിക്കണ ആമിന, കൊല്ലാൻ നിക്കണ അബ്ദു. ആമിന എന്റെ കുട്ടി തന്നെയാ. പറഞ്ഞത് നിങ്ങളുടെ പെരുത്ത് മുന്തിയ തറവാട്ടിലാവും. പക്ഷെങ്കില് ഊട്ടിയത് ഒരുക്കിയതും വളർത്തിയത് ഈ പണിക്കാരത്തി പെണ്ണിന്റെ കൈ കൊണ്ടാ. കണ്ണെ പൊന്നെന്ന് വളർത്തിയ എന്റെ കുട്ടികള് ചത്തു കിടക്കണത് കാണാൻ കഴിയൂല എനിക്ക്. അതുകൊണ്ടാ ഈ ദുനിയാവിൽ ആരും മാപ്പാക്കത്തെ പെരുത്ത കൊടുമ ഞമ്മള് ചെയ്തത്. ഒരാളെ വെറുക്കണം, അല്ലാണ്ട് രണ്ടാളും ഉയരോടെ ഇരിക്കും. വേറെ വഴിയൊന്നും കണ്ടില്ല ഞമ്മള്. സഹിക്കണില്ല മുതലാളി. ഇരിപ്പ് കണ്ടിട്ട് ഓനെന്താ ഒന്ന് അറിയില്ല. ബാക്കിയെങ്കില് ഒരു ജീവൻ പോയാലും ഇന്നൊന്നെങ്കിലും ബാക്കിയുണ്ടാവുമല്ലോ. മുന്തിയ തറവാട്ടി പറഞ്ഞില്ലെങ്കിലും മുന്തിയ വർത്താനങ്ങൾ അറിയില്ലെങ്കിലും പെരുത്ത് വലിയൊരു കൽബുണ്ടെനക്ക്. തെറ്റ് ചെയ്ത മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പടശോൻ എന്നെ കൂട്ടില്ല. നമ്മളെ കരച്ചിൽ പടച്ചോൻ കേട്ട്. എപ്പോ എവിടെ വെച്ച്? നേരെ അറിയണവരെ വേറെ കാളായിരുന്നു. ഒടുക്കം ഇന്നലെ ഉച്ചക്ക് മേൽബാനക്ക് വൈദ്യനെ കാണാനെന്നും പറഞ്ഞ് പണിക്കാരത്തികളെയും കൂട്ടി പോയതിന്റെ അക്കരെയുള്ള ആശുപത്രിയിൽ പോയിന്ന്. ആശുപത്രിയില്ല? നമ്മളോട് ചോദിക്കാണ്ട് ഈ പൊരേന്ന് പുറത്തു പോയാ ഈ അഹമ്മദി നമ്മൾ സഹിക്കൂല. വേണ്ട, നിങ്ങളൊന്നും സഹിക്കണ്ട. നിങ്ങളൊരു ബാപ്പയാൻ പോവെന്ന് പറഞ്ഞാ അത് നിങ്ങള് സഹിക്കോ? എന്താ പറഞ്ഞേ? നേര് നമ്മളെ കണ്ണീര് പഠിച്ചോൻ കണ്ട്. ഉമ്മാനോട് ഇത് പറഞ്ഞ? ഇല്ല. പണിക്കാരത്തിയാണ് ഇത് അറിഞ്ഞ? ഇല്ല. നിങ്ങളോടല്ലേ ആദ്യം പറയണ്ട്. അത് നന്നായി. വേറെ ആരും ഇത് അറിയണ്ട. അനുസരണക്കേട് കാണിച്ച തല കൊയ്തളെ നമ്മള്. കഥയുള്ളവർ പറയും ഈ ദുനിയാവിലെ മനസ്സിനെന്ന് പറയുന്നത് ഒരു കുപ്പി ഗ്ലാസ് പോലാണെന്ന്. അതിൽ കാപ്പിയും കുടിക്കാം, ചായയും കുടിക്കാം, ഇളനീരും കുടിക്കാം. പക്കെങ്കിലും ഒന്ന് വക്കുടഞ്ഞാൽ പിന്നെ അത് കുപ്പയിലെറിയാനേ പറ്റൂ. അതുപോലെ ഒരു ഉടഞ്ഞ ജീവിതമായിപ്പോയി ഉസ്മാനെ നമ്മുടെ.
കൂടെ കൂടിയാല് എന്റെ ജീവിതവും ശരിയാവില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, നമ്മളോട് പോവാൻ മാത്രം പറയരുത്. നമ്മൾ എവിടേക്കാണ് പോണെന്ന് നമുക്കറിയില്ല. ഇത് വെച്ച കുറച്ച് പണ എന്റെ കയ്യില് ഇതേ ഉള്ള എനക്ക് തരാനായിട്ട്. ഇത് വെച്ചോ. നമ്മുടെ കയ്യിലൊന്നുമില്ല, നമ്മുടെ ഉയരല്ലാണ്ട് അത് നമ്മൾ ഇന്ന് കയറാം. എന്റെ മനസ്സ് പെരുത്ത് വലുതാ. നിങ്ങൾ പോരണ്ട. എന്തെങ്കിലും ഒരു മുഞ്ചെത്തി എന്നെ തേടി വരും. ഓക്ക് കൊടുക്കണം എന്റെ ഉയിര്. കഥയുള്ളവര് പറയും ഈ ദുനിയാവ് ഉരുണ്ടതാണെന്ന്. അപ്പൊ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം. ജിപ്പോ